എൻ്റെ കൂടെ ഈ പിള്ളേരും അത് അംഗീകരിച്ച് എന്നും ഇദ്ദേഹത്തിനൊക്കെ ഭിക്ഷ കൊടുക്കും. സായിബാബയുടെ അടുത്തെത്തി. അവസാനം അവിടെ ഞാൻ കണ്ടു ഗുരുവിനെ എങ്ങനെ പൂജിക്കണമെന്ന് കണ്ടു. അപ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല. ഞാനൊരു ഗ്യാങ്ങിൻ്റെ കൂടെ പോയി. 27ാമത്തെ വയസ്സിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു വിരമിക്കൽ കത്തൊക്കെ എഴുതി അവിടെ ഓഫീസിലൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊണ്ടുപോയി ഓഫീസറുടെ അടുത്ത് കൊടുത്തിട്ട് 2 പിള്ളേരെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കള്ളമാണ് ഈ ഭക്തി ആൾക്കാരുടെ എന്ന്. സ്വാമി പക്കയാണ്, പക്ഷെ സ്വാമിയുടെ ഭക്തർ കറക്റ്റല്ല. ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു വീട് വെച്ചു, പിന്നെ ഒരു എന്താ പറയുന്നത്, ഞാനൊരു ബെൻസ് കാറ് വാങ്ങിച്ചു എന്ന് പറയുന്ന ഗ്യാങ്ങിൽ പെട്ടുപോയി ഞാൻ. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭയങ്കര ജാടക്കാർ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എല്ലാം തീർന്നു. ഈ 2 കുട്ടികൾക്കും വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല, അവരുടെ റൂമിൽ കൊണ്ടുപോകുന്നില്ല. ഞങ്ങളോട് പറഞ്ഞ് ഈ മാവിൻചോട്ടിലിരുന്നാലേ ദൈവാനുഗ്രഹം കിട്ടത്തുള്ളെന്ന്. വാടക വീടാണെങ്കിലും കുടുംബ വീടാണെങ്കിലും നല്ല വീടുള്ള ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷെ സ്വാമി അനുഗ്രഹിച്ച് ഇളയ പയ്യനെ സംസാരിക്കത്തില്ലായിരുന്നു. സ്വാമിയുടെ അനുഗ്രഹം കിട്ടി. എനിക്ക് സ്വാമിയെ വിശ്വാസമായി. സ്വാമിക്ക് അനേകം സിദ്ധികളുണ്ട്. മെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഞാൻ കണ്ണോട് കണ്ട് നമ്മുടെ അടുത്ത് വന്ന് ചിന്തിക്കാൻ മാത്രയിൽ ഭസ്മമിട്ട് തരുവാണ് അദ്ദേഹം. അത് പിന്നീട് ഞാനിപ്പോൾ പ്രയാഗ്രാജ് പോയപ്പോൾ കുംഭമേളയിൽ പോയപ്പോൾ കണ്ട് മെറ്റീരിയലൈസേഷൻ എന്താണെന്ന്. പഞ്ചഭൂതത്തെ മാറ്റി പറിക്കാൻ സിദ്ധർക്ക്. അദ്ദേഹത്തിനെ എങ്ങനെ പൂജിക്കുന്നെന്ന് കണ്ടു. ആ ഭജന കുട്ടികളെ ഏറ്റുപിടി 2 പേരും പാടും. അവിടുന്ന് അദ്ദേഹം പറഞ്ഞു യു മസ്റ്റ് ഫൈൻഡ് യുവർ മാസ്റ്റർ ദെയർ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അനുഗ്രഹം തന്നൊരു മന്ത്രമൊക്കെ തന്നു. ഞങ്ങൾ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് തിരിച്ചു പോന്നു. അവരുടെ കൂടെയുള്ള സ്പെഷ്യൽ കോച്ചിൽ കൊണ്ടുപോകത്തില്ല. അരിപ്പാട്ടുകാരനായ ഒരു പഴക്കച്ചവടക്കാരനെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങി അഡ്രസ്സും കൊടുത്തിട്ട് തിരിച്ചു പോന്നു. അച്ഛനും ഹസ്ബൻഡും ഒക്കെ തിരുവനന്തപുരത്ത് ചെന്ന് പലരുടെ കാല് പിടിച്ചിട്ട് VRS എടുത്ത പേപ്പർ കീറി കളഞ്ഞിട്ട് ജോലി കയറി. പിന്നെ ഞാൻ വരുന്നത് 84 ഇങ്ങോട്ട് വരികയാണ്. അവിടെ വരുമ്പോഴാണ് നമ്മുടെ മഹാത്മാവായിരിക്കുന്ന പ്രഭാകര സിദ്ധിയോഗി ചോദിച്ചു, ആന്ധ്രാക്കാരൻ റെഡ്ഡി ഒന്നും തന്നില്ലേ നിനക്കെന്ന്. അപ്പം ഞാൻ അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അദ്ദേഹം ഗുരുവല്ലേ? ഗുരുവാണ്, പക്ഷെ നിന്റെ ഗുരു ഞാനാണെന്ന് പറഞ്ഞോന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ടായി. അദ്ദേഹത്തെ പിൻഗാമിയായിട്ട് പോകരുതെന്ന് എല്ലാവരും ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായ അച്ഛൻ ഉപദേശിച്ചു, 2-3 അമ്മാവന്മാർ ഉപദേശിച്ചു, അച്ഛൻ്റെ പെങ്ങൾ ഉപദേശിച്ചു, നാട്ടുകാർ ഉപദേശിച്ചു, കൂടെ ജോലിയുള്ള സിമ്പിളന്മാരായ എഞ്ചിനീയർമാർ ഉപദേശിച്ചു ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഒരു കാരണവശാലും ഇതിലേക്ക് തിരിയരുതെന്ന് പറഞ്ഞു. പക്ഷേ കാലം എന്നെ അതിൽ കുടുക്കിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. പ്രകൃതി എന്നെ അദ്ദേഹത്തിൽ കുടുക്കിക്കളഞ്ഞു. 2-3 മാസമൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് അംഗീകാരം കൊടുക്കാതെയും ഞാൻ കൺസെൻറ്റ് കൊടുക്കാതെയും ശിഷ്യത്വം എല്ലാവരും പറഞ്ഞത് പറ്റുന്ന പണിയല്ല, ഒന്നും കിട്ടാൻ പോണില്ല, കയറുന്നിടം കാര്യം ഇതൊക്കെ തന്നെ, അവധൂതന്മാരെ തീയാണ് അതാണ്. പക്ഷെ അദ്ദേഹം എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞു, ഒറ്റ ക്വാളിറ്റി കൊണ്ടാണ് ഞാൻ നിന്നെ സ്വീകരിച്ചതെന്ന് പറഞ്ഞു. സത്യം ഉണ്ടുള്ളതാണ്, ശരിയാ, കളങ്കമില്ലാത്തതുകൊണ്ടും. അതുകൊണ്ട് എനിക്ക് ഈ ബോഡി വിടാറായി. ഇത് 13ാമത്തെ ശരീരമാണ്. കോവളം കടപ്പുറത്തെ ഒരു ചെട്ടിയാരസ്വാമിയുടെ ശരീരത്തിലാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്. ഈ ശരീരമാണ് ആദ്യത്തെ ശരീരം. അതിലൊരു പടം കൊണ്ടുവന്ന് ചിങ്ങോലി ഗ്രാമത്തിൽ കൊടുത്തിട്ട് അതാണ് അവിടെ വെച്ച് പൂജിക്കുന്നത്. ഞാനും അതിൻ്റെ കോപ്പി എടുത്താണ് ഈ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ ഈ 13 ശരീരം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ ഒരു പ്രേതമാണോ, ഇനി എന്താണ് ഈ സംഭവം? ആകെ പരിഭ്രമമായി. ഞാൻ പറഞ്ഞു എന്നെ വിട്ടേരെ, എനിക്കിതിനൊന്നും കഴിവില്ല, എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ പട്ടിണിയായി, 2 തവണ ജോലി ഇല്ലടി എന്ന് പറഞ്ഞു. നിന്റെ ഈ കിട്ടുന്നതൊന്നും പോകത്തില്ല, ഇപ്പം കിട്ടുന്നതിൻ്റെ ഡബിൾ ഞാൻ തരിയിപ്പിക്കും, ഞാനും തരുമെന്ന് പറഞ്ഞു. വിദ്യ സ്വീകരിക്കാൻ പറഞ്ഞത് ഗൗരവമായിട്ടാണ് പറഞ്ഞത്. നല്ല കത്തുന്ന മീനച്ചൂടി പോലും കുട്ടകത്തിൽ വെള്ളം വെട്ടിത്തിളപ്പിച്ച് ദേഹത്തൊഴിക്കുന്ന ആസ്മക്കാരിയായിരുന്നു ഞാൻ. പീരിയഡ് തുടങ്ങിയാൽ ബ്ലീഡിങ് തന്നെയാണ്. അസ്ഥി പോലാവുക 2 കുഴിഞ്ഞ കണ്ണുവായ എന്നെ ഇന്ന് സ്വാമി തിരുവടികൾ പറഞ്ഞതുപോലെ ഒന്ന് ചാടണമെന്ന് വെച്ചാൽ ചാടും. ഒരു ചാട്ടം ചാടിയതാണ് ഇപ്പം കാലൊന്നും മടങ്ങിയിരിക്കുന്നത് കരിക്കിടാനായിട്ട് കുംഭഭരണിക്ക്. അദ്ദേഹം എൻ്റെ ദേഹത്തെന്ന് കൈവച്ചു അന്ന് എൻ്റെ രോഗങ്ങൾ മാറി. ആസ്മയില്ല. പച്ചവെള്ളത്തിൽ മിഥുന മാസത്തിൽ ജൂലൈ മാസത്തിൽ അമ്പലക്കുളമേ ഉള്ളൂ ഞങ്ങൾക്ക്. അന്ന് കുളിമുറിയില്ല, കക്കൂസില്ല, ഒന്നുമില്ല. കുട്ടികൾ ഞാനും അച്ഛൻ്റെ ആശ്രിതരായിട്ട് വന്ന് ആശ്രമത്തിൽ കഴിയും. അവിടെ നല്ല കക്കൂസൊന്നും ഇല്ല. ഒത്തിരി കഷ്ടപ്പെട്ടു സിറ്റിയിൽ നിന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട്. ആ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് വന്നിട്ട് ഉപാസന തന്നു. അദ്ദേഹം മന്ത്രോപാസന തന്നു. മന്ത്രോപാസനയെ വിശ്വസിക്കുന്ന ആളാണ്. പ്രഭാകര സിദ്ധിയോഗി
എല്ലാ ശാഖകളിലും കൈവച്ച ആളാണ്. മന്ത്രം, തന്ത്രം, ഹോമം, ഇതെല്ലാം ഉണ്ട്. വൈദ്യം എല്ലാം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഭാരതീയ ഋഷി പരമ്പരയുടെ, സിദ്ധ പരമ്പരയുടെ ആ മൾട്ടിപർപ്പസ് കർമ്മം, അല്ലാതെ ഇവിടെ നാമം മാത്രം ജപിച്ചാൽ മതി, ഇവിടെ യോഗയൊന്നും വേണ്ട, ഇവിടെ ഹോമമൊന്നും വേണ്ട, പിന്നെ എന്നാ വൈദ്യമാണ്, അതൊക്കെ ഫൗളാണ്. അങ്ങനെ അവരോര് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രാഞ്ച് മാത്രം ശരിയാണെന്നാണ് കേരളത്തിലെ സന്യാസിമാർ പറയുന്നത്. അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതിനുള്ള ബോധം എനിക്കുണ്ട്. ഓരോ സന്യാസി, കഴിഞ്ഞ തവണ സന്യാസി സംഗമം നടത്തി ഇവിടെ, മകനായിരുന്നു എൻ്റെ കൺവീനർ. എനിക്കധികം സമയം തന്നില്ല സംസാരിക്കാൻ, കാവ്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ കിട്ടിയ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു മഹാത്മാവിനെ കൺവിൻസ്ഡാക്കാൻ എനിക്ക് പറ്റി, എൻ്റെ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള കാര്യം ഞാൻ ഇംഗ്ലീഷിൽ ശിവബലായ സ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹമാണ് പ്രധാനമന്ത്രിക്ക് ചെങ്കോല് കൊടുത്ത സ്വാമി. ശൈവൻ വീരശൈവന്മാരുടെയാണ് ഇവിടെ. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഓച്ചറ വന്ന അതാണ് മനസ്സിലാക്കുന്നത്, എല്ലാം ബ്രഹ്മമാണെന്നുള്ളത്. അദ്ദേഹം വിളിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് പെട്ടിത്തറന്ന് പറയാം, നമ്മളെന്തിനാ വിളിക്കുന്നത്, നിങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളവരാ. ഒന്നുകിൽ എന്താ പറയുന്ന ഭക്തിയോഗം, അല്ലെങ്കിൽ ജ്ഞാനയോഗം, അല്ലെങ്കിൽ എന്താ രാജയോഗം. രാജയോഗികൾ വളരെ കുറവാണ്, ഇവരൊക്കെ ഉള്ളൂ. ഈ അവരവർ പിന്തുടരുന്ന പാത മാത്രമാണ് അവസാന പാത എന്ന് പറഞ്ഞ് അടപ്പിടുക ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള, എന്നെപ്പോലെ വഴി തേടുന്ന അനേകം ആൾക്കാർക്കും സ്ത്രീകൾക്കും ബുദ്ധിമുട്ടായിട്ട് വരും. ഒന്നാമത് ചെറുപ്പക്കാർ, പിള്ളേർ വിശ്വസിക്കാത്ത കാര്യം, ഈ ജാടക്കാർ സന്യാസിമാരെ അവർക്ക് ഇഷ്ടമല്ല. അതാ 30-ന് താഴെ സ്വാമി ആളില്ലാത്തത്. ഇപ്പം എൻ്റെ കൂടെ ഈ പെൺപിള്ളേർ കുറേ പേര് വരുന്നുണ്ട്. ഓരോരുത്തർ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു അമ്മയാണ്. എൻ്റെ മക്കളും കൊച്ചുമക്കളും അമ്മയെന്നും അമ്മമ്മയെന്നും വിളിക്കുമ്പോൾ ഞാൻ ജാട കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ ബ്രഹ്മമാണ്. ഞാൻ ശിവപ്രഭാകര സിദ്ധിയുടെ ശിഷ്യയാണ്, ഇവരുടെ ആരുടെയല്ല. പക്ഷേ എൻ്റെ ഈ ജാട ഇല്ലാത്തതുകൊണ്ട് എന്തോന്ന് വിളി കേൾക്കും. ചേച്ചീന്ന് വിളിക്കുന്നവരുണ്ട്, കള്ളുകുടിയന്മാർ ഞങ്ങളുടെ ഗ്രാമത്തിൽ. എന്തോന്ന് വിളി കേൾക്കും, പൈസ കൊടുക്കാൻ. അപ്പോൾ ജാട ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലിയുഗത്തിൽ. സത്യസങ്കല്പന്മാരായ ഋഷിമാരെന്നാണ് പറഞ്ഞേക്കുന്നത്, സത്യത്തിൽ സങ്കല്പം കൊടുക്കുന്നവർ. നമ്മൾ മിഥ്യാകാര്യങ്ങളിലാണ് സങ്കല്പം കൊടുക്കുന്നത്. വീട്, കുടുംബം, വൈറലാവുക, പൊസിഷൻ, രാഷ്ട്രീയം. ആദ്യം എന്നെ കൊണ്ട് രാഷ്ട്രീയത്തിലാണ് റിസൈൻ ചെയ്യിപ്പിച്ചത് ഗുരുവ്. ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന പുലിയുടെ യൂണിയനാണ് ഞങ്ങളുടെ KSCB-യിൽ. അങ്ങേരുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അങ്ങേര് അമ്മായി തള്ളയോട് ചോദിച്ചിട്ട് എന്നെ അങ്ങ് ലെറ്റർ പാഡിലടിച്ചു. എൻ്റെ കൂട്ടുകാർ ഇന്നലെ വരെ എന്നെ സ്നേഹിച്ച ചെറുപ്പക്കാർ, പിള്ളേർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും മറ്റേ എക്സിക്യൂട്ടീവ് സ്റ്റാഫും എന്നെ പൊന്നുപോലെ കരുതിയിരുന്നവർ, എൻ്റെ വിവാഹം പോലും നടത്താൻ സ്വർണം വാങ്ങിച്ചെന്നവർ പോലും എന്നെ വെറുത്തത് കാരണം. സ്വാമി തിരുവടകൾ ആദ്യം വന്നിട്ട് പറഞ്ഞു, രാഷ്ട്രീയം റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അത് കാരണം ഞാൻ വളരുന്നില്ലെന്നാണ് ഇവിടെ കുറേ പേര് പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ സഹായം ഇല്ലെങ്കിൽ ഈ ആശ്രമം വളരാൻ പോകണം. വളരണ്ട. ആശ്രമം വളരണമെന്ന് ആര് പറഞ്ഞു? ആശ്രമം വളർന്നിട്ടാണ് ഇത്രയും പേര് വന്നത്. അതായത് നിഷ്പക്ഷമായിട്ട് നിൽക്കുക. ഗുരു ചൊന്നതേ ചൊല്ലുക, ഭാവിക്കല്ലന്യമൊന്നുമേ. ഒന്നും ഞാൻ ഭാവിച്ചിട്ടില്ല. ഈ 27 വയസ്സിലാണ് ഞാൻ എൻ്റെ ആടയാഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചു, താലി ഉപേക്ഷിച്ചു. എനിക്ക് ഒരാഗ്രഹവും ഇല്ലെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് സത്യമായിട്ട് പറയുന്നു. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എനിക്ക് മോക്ഷം വേണമെന്നില്ല. എന്താ എനിക്ക് മോക്ഷം വേണ്ട? എന്തിനു മോക്ഷം? എൻ്റെ ചുറ്റുപാടുകളിൽ എന്നെപ്പോലുള്ള ആളുകൾ ദുഃഖിക്കുന്നു, കാര്യമറിയാതെ, കഥയറിയാതെ, കളിയറിയാതെ അരങ്ങത്ത് വന്നു നീ ജീവനെ. കഥയറിയാതെ, കളിയറിയാതെ അരങ്ങത്ത് വന്നു നീ ജീവനെ. കഥ അറിയുന്നില്ല നമ്മൾ കഴിഞ്ഞ ജന്മം എന്താ ചെയ്തെന്ന്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇപ്പോഴാരാണെന്ന് അറിയില്ല. കഥ അറിയാതെ അഴലുന്ന എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന, അദ്ദേഹം പറയുന്ന പോലെ ശരം പ്രയോഗിക്കുന്ന കുറേ ആളുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, കേരളത്തിലുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ട്, ഓച്ചിറയുണ്ട്. അവർക്കൊക്കെ വഴികാട്ടേണ്ട ഞാൻ. എനിക്ക് മോക്ഷം വേണമെന്ന് ഒരിക്കലും ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഇന്നലെ ആവശ്യപ്പെട്ടിട്ടില്ല, ഇന്നും ആവശ്യപ്പെട്ടില്ല. എനിക്ക് വേണ്ടത് ഞങ്ങളെ രക്ഷിക്കാനുള്ള വഴി പറഞ്ഞു തരാനാണ് പറഞ്ഞത്. അതാണ് ഇവരൊക്കെ ഇവിടെ വന്നത്, രക്ഷിതാക്കളായി ഇവരിയ്ക്കുന്നവർ. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പോൾ മോക്ഷകാംക്ഷിയല്ല ഞാൻ. ഉടുതുണി കിണതുണി എനിക്ക് വേണമെന്നില്ല. 2 കരിമ്പോളം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും കഴിയുന്നത്. കുടുംബം വേണമെന്ന് പറഞ്ഞാൽ കുടുംബം കൊടുത്തു.
അപ്പം ചോദിക്കും ആധാർ കാർഡ് ഇങ്ങനെ തരാം, മകൾ അവിടെ ഇരിപ്പുണ്ട് അതിങ്ങനെ തരാമെന്ന് ചോദിച്ചു. അത് ചോദിച്ചാൽ എനിക്കിതൊക്കെ ചെയ്യാനൊക്കെ മൊത്തം അവരടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഒന്നിലും ആഗ്രഹമില്ല. എന്നെ എൻ്റെ അടുത്ത് പരിചയപ്പെടുന്നവർക്കറിയാം ഒരു മോക്ഷം, അതായത് നത്വഹം കാമയേ രാജ്യം ന സ്വർഗം ന പുനർഭവം കാമയേതു തപ്താനാം പ്രാണീനാം ആർത്തിനാശനം